കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിർത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഫാബ് എന്ന് പറയുന്നത്, ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫാബുമായിട്ട് അല്ലെങ്കിൽ ഫാൻ അഡ്വൈസറി ബോർഡുമായിട്ട് മീറ്റിംഗ് നടക്കുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു ലേറ്റസ്റ്റ് മീറ്റിങ്ങിൽ ചില കാര്യങ്ങൾ അഭിഷേക് ചാറ്റർജി ആരാധകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ISL മുന്നോടിയായിട്ട് AFCയുടെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് AFC അക്രഡിറ്റേഷൻ എന്നാണ് അതിനെ പറയുക. ആ ഒരു ലൈസൻസിങ് പ്രോഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും ഫെയിലാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കുറിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഫെയിലായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ തന്നെ ഈ ഒരു ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ISL ക്ലബ്ബുകളും ഫെയിലാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈസൻസിൽ ഫെയിലാവുന്നതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് AFCയുടെ യോഗ്യതയുള്ള അല്ലെങ്കിൽ AFC ലെവലിലുള്ള മത്സരങ്ങളിൽ കളിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് AFCയുടെ കീഴിലുള്ള AFC ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും AFCയുടെ സെക്കൻഡ് ടയർ ആണെങ്കിലും തേർഡ് ടയർ ആണെങ്കിലും അങ്ങനെ ഏത് ലീഗാണെങ്കിലും ഈ ഒരു ലീഗിലൊക്കെ കളിക്കണമെങ്കിൽ ഈ AFCയുടെ ലൈസൻസ് വേണം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ലൈസൻസ് നിഷേധിക്കാനായിട്ടുള്ള പ്രഥമ കാരണമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അതിനെല്ലാം പുറമെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കടകളാവട്ടെ, ആ ഒരു കടകളിലെ റിസോഴ്സസ് ആവട്ടെ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ AFFൻ്റെ ആ ഒരു ലൈസൻസ് മിക്ക സീസണിലും നിരോധിക്കുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്ന ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ലൈസൻസ് തരാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു AFCയുടെ ഇനിയൊരു AFC കോമ്പറ്റീഷന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ബേസ് അല്ലെങ്കിൽ തങ്ങളുടെ സ്റ്റേഡിയം അല്ലെങ്കിൽ തങ്ങൾ കളിക്കുന്ന സ്റ്റേഡിയം മാറേണ്ടതായിട്ട് വരുമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതായത് അഭിഷേക് ചാറ്റർജി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഫാബ് മീറ്റിങ്ങിലൂടെ തന്നെ. അതായത് സ്റ്റേഡിയത്തിൻ്റെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അതിന് പുറമെ തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ കീഴിൽ തങ്ങളുടെ കീഴിൽ എല്ലാ സ്റ്റേഡിയത്തിൻ്റെയും അധികാരങ്ങളും അതുപോലെ തന്നെ സ്റ്റേഡിയം ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രമേ AFFൻ്റെ ലൈസൻസ് ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നും അതോടൊപ്പം തന്നെ ഇതിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പുതുക്കി പണിയുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സംഘടനയെ പഴിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയൊരു AFCയുടെ വരുവാനായിട്ട് പോകുന്ന ISL സീസണിലാണെങ്കിലും അല്ലെങ്കിൽ വരാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു AFCയുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ AFC ക്വാളിഫിക്കേഷൻ ലഭിച്ചാൽ പോലും അതിന് കളിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേഡിയം മാറിയേ തീരുകയുള്ളൂ. ഈ ഒരു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ ഒരു കണ്ടീഷനിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ലൈസൻസ് ലഭിക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ്. ഇതിനെല്ലാം പുറമെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു അപ്ഡേറ്റ് അദ്ദേഹം നിലവിൽ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു, ജൂലൈ 5 തന്നെ പ്രീ സീസൺ തുടങ്ങുവാനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പദ്ധതി. എങ്കിൽ പോലും നിലവിൽ ISLൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീ സീസൺ തുടങ്ങാത്തതിന് ഏറ്റവും വലിയ കാരണം അതുതന്നെയാണ്. അതിനെല്ലാം പുറമെ ISLൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിന് മുമ്പ് 30 ദിവസം മുമ്പെങ്കിലും പ്രീ സീസൺ ആരംഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിലെ അതായത് വരുവാനായിട്ട് പോകുന്ന ISL സീസണിലെ ഒരു 80% സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇനിയും ഒരു 20% ബാക്കിയുണ്ട് എന്നും പിന്നീട് ഇന്ത്യൻ അതായത് ഡൊമസ്റ്റിക് താരങ്ങളൊക്കെ തന്നെ ഏകദേശം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികം ആരെയും പ്രതീക്ഷിക്കേണ്ട എന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കൃത്യമായ ഒരു മാറ്റം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ബോത്ത് ഇൻ ഫീൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ പോലും. സോ ISL ഉടൻ തന്നെ അല്ലെങ്കിൽ ISLുമായി ബന്ധപ്പെട്ടുള്ള ഫിക്ചേഴ്സൊക്കെ ഉടൻ തന്നെ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.